ലോകം മുഴുവൻ ഇപ്പോൾ ഒരു നഗരത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതാണ് ബെയ്ജിംഗ്. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇത് വെറും ഒരു ഔദ്യോഗിക സന്ദർശനമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഹൈ സ്റ്റേക്സ് പവർ പ്ലേ ആണ്. ഇനി ട്രംപിനൊപ്പം വിമാനത്തിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാമോ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ എലോൺ മസ്ക് ഉണ്ടായിരുന്നു, ചിപ്പ് ഭീമൻ എൻവിഡിയയുടെ സിഇഒ ജെൻസൺ ഹുവാങ്, ആപ്പിളിന്റെ ടിം കുക്ക്. അങ്ങനെ അമേരിക്കൻ ബിസിനസ് ലോകത്തെ ഒരു വമ്പൻ പട തന്നെ ട്രംപിനൊപ്പമുണ്ട്. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും ഈ വമ്പൻ നീക്കങ്ങൾക്കിടയിലും അന്തരീക്ഷത്തിലൊരു യുദ്ധത്തിന്റെ കനലുണ്ട്. അത് തായ്വാനെ കുറിച്ചാണ്. ഷി ജിൻപിങ് ട്രംപിന് നൽകിയ രൂക്ഷമായ മുന്നറിയിപ്പ് എന്താണ്? നമുക്കിതൊക്കെ വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ചൈന ഒരുക്കിയ ഗംഭീര സ്വീകരണത്തെക്കുറിച്ച് പറയാം. ബെയ്ജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിൽ വളരെ ഗംഭീരമായ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് ട്രംപിന് ലഭിച്ചത്. ചൈനീസ് മിലിറ്ററി ബാൻഡ് അമേരിക്കൻ ദേശീയ ഗാനമായ ദി സ്റ്റാർ സ്പാങ്കിൾ ബാനർ വായിച്ചപ്പോൾ 21 പീരങ്കി ഉണ്ടകൾ, അതായത് 21 ഗൺ സല്യൂട്ട് ഒന്നൊന്നായിട്ട് മുഴങ്ങി. കുട്ടികൾ അമേരിക്കൻ പതാക വീശി വെൽക്കം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് ചൈന നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണിത്. വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ മഞ്ഞുരുകയാണോ അതോ ഇതൊരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ ആമുഖമാണോ എന്ന് ലോകം ഒന്നടങ്കം വിസ്മയിച്ചു പോയൊരു നിമിഷമായിരുന്നു ആ കഴിഞ്ഞത്. പക്ഷേ ഇതിനേക്കാൾ കൗതുകരമായത് ട്രംപിന്റെ ടെമ്പിൾ ഓഫ് ഹെവൻ സന്ദർശനമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഈ ചരിത്ര സ്മാരകം വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. പുരാതന കാലത്ത് ചൈനീസ് ചക്രവർത്തിമാർ നല്ല വിളവെടുപ്പിനായിട്ട് സ്വർഗത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഇടമാണ് ഇത്. ഷി ജിൻപിങ് തന്റെ അതിഥിയെ ഇവിടേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു വലിയ ഡിപ്ലോമാറ്റിക് മെസ്സേജ് ഉണ്ട്. ചൈനയുടെ പാരമ്പര്യവും ശക്തിയും ട്രംപിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഷിയുടെ ലക്ഷ്യം. അവിടെ ഒരു ഗംഭീര ടീ റിസപ്ഷനും ട്രംപിനായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. ട്രംപ് എന്തിനാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വമ്പൻ ടീമിനെ കൂടെ കൂട്ടിയത്? ഇതിനെ ട്രാൻസാക്ഷൻ ഡിപ്ലോമസി എന്ന് നമുക്ക് വിളിക്കാം. ട്രംപിന്റെ ലക്ഷ്യം വളരെ ലളിതമാണ്: ഓപ്പൺ അപ്പ് ചൈന ഫോർ അമേരിക്കൻ ബിസിനസ്. ഇനി ഒരു വമ്പൻ ടീമിനെ നമുക്ക് നോക്കാം. ഇലോൺ മസ്ക് ഉണ്ട്. ടെസ്ലയ്ക്ക് ചൈനയിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. മസ്കിന് തന്റെ ബിസിനസ് ഇനിയും അവിടെ വ്യാപിപ്പിക്കണം. ഓക്കെ, ഇനി എൻവിഡിയയുടെ ജെൻസൺ ഹുവാങ്. ചിപ്പ് ഇൻഡസ്ട്രിയിലെ രാജാവാണ് ഹുവാങ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആദ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അലാസ്കയിൽ വിമാനം ഇന്ധനം നിറയ്ക്കാൻ നിർത്തിയപ്പോഴാണ് ഹുവാങ് അവസാന നിമിഷം എയർഫോഴ്സ് 1-ൽ കയറുന്നത്. ചൈനയിലേക്കുള്ള AI ചിപ്പുകളുടെ കയറ്റുമതിയിൽ ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അത് നീക്കം ചെയ്യാനാണ് ഹുവാങ് ശ്രമിക്കുന്നത്. ഇനി ബോയിങ് ഡീലിനെ കുറിച്ച് പറയാം. ചൈനയ്ക്ക് ഏകദേശം 500 പുതിയ വിമാനങ്ങൾ വേണം. ഈ ഒരു വലിയ കരാർ, ഈ കോടിക്കണക്കിന് ഡോളറിന്റെ കരാർ അമേരിക്കയ്ക്ക് കിട്ടിയാൽ ട്രംപിനത് തന്റെ വലിയ വിജയമായി ഉയർത്തിക്കാട്ടാം. ചുരുക്കത്തിൽ ചൈനീസ് മാർക്കറ്റിൽ അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ മാജിക് കാണിക്കാൻ അവസരം നൽകണമെന്നാണ് ട്രംപ് ഷി ജിൻപിങ്ങിനോട് ആവശ്യപ്പെട്ടത്. എല്ലാം സ്മൂത്തായി പോകുന്നു എന്ന് കരുതിയെങ്കിൽ തെറ്റി. സംസാരം തായ്വാനിലേക്ക് എത്തിയപ്പോൾ അന്തരീക്ഷമാകെ മാറിയെന്ന് പറയണം. ചർച്ചകൾ തായ്വാൻ വിഷയത്തിലേക്ക് എത്തിയപ്പോൾ സൗഹൃദത്തിന്റെ ആ ഒരു മുഖംമൂടി ഷി ജിൻപിങ് അങ്ങെടുത്ത് മാറ്റിവെച്ചു. തീർത്തും ഗൗരവത്തോടെ അദ്ദേഹം ട്രംപിന് ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകി. തായ്വാൻ എന്നത് ചൈനയെ സംബന്ധിച്ച് ഒരിക്കലും മുറിച്ചു കടക്കാൻ പാടില്ലാത്ത ആദ്യത്തെ ലക്ഷ്മണ രേഖയാണ്, അതായത് ഫസ്റ്റ് റെഡ് ലൈൻ. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ പോലും അത് രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമെന്ന കൃത്യമായ സന്ദേശമാണ് ഷി നൽകിയത്. ചൈനയുടെ പരമാധികാരത്തിന്മേൽ ആരെയും തൊടാൻ അനുവദിക്കില്ല എന്ന ഈ ഒരു കടുത്ത നിലപാട് ഉച്ചകോടിയുടെ അന്തരീക്ഷത്തെ പെട്ടെന്ന് തന്നെ ചൂടുപിടിപ്പിച്ചു. ഇനി ട്രംപ് ഇതിന് നൽകിയ മറുപടിയാണ് ലോകത്തെ ഞെട്ടിച്ചത്. തായ്വാന് $11 ബില്യൺ ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് താൻ ഷിയോട് സംസാരിക്കുമെന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞു. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർ തായ്വാന്റെ കാര്യത്തിൽ ചൈനയുമായിട്ട് കൺസൾട്ട് ചെയ്യാറില്ല. പക്ഷേ ട്രംപ് ഇവിടെ ആ ഒരു പഴയ വൺ ചൈന പോളിസി ഒന്ന് ഉലയ്ക്കുകയാണ്. തായ്വാൻ ഈ മാറ്റത്തെ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഒരു ബിസിനസ് ഡീലിനായിട്ട് ട്രംപ് തായ്വാനെ വിട്ടുകൊടുക്കുമോ എന്ന ഭയം എല്ലാവർക്കും ഉണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യവും ഈ മീറ്റിംഗിൽ ചർച്ചയായിരുന്നു. ഇറാൻ അവരുടെ എണ്ണയുടെ ഭൂരിഭാഗവും വിൽക്കുന്നത് ചൈനയ്ക്കാണ്. അതുകൊണ്ട് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഷി ജിൻപിങ്ങിന് സാധിക്കും. ചൈനയുടെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ട്രംപ് പുറമെ പറയുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനം വരണമെങ്കിൽ ഷിയുടെ ഇടപെടൽ അത്യാവശ്യമാണെന്ന് വൈറ്റ് ഹൗസിന് നന്നായിട്ട് അറിയാം. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കാര്യത്തിലും രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ മത്സരമുണ്ട്. AI സാങ്കേതിക വിദ്യ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാൻ ഒരു പൊതുധാരണയിലെത്താൻ ഇരുവരും ശ്രമിക്കുന്നുണ്ട്. ഇത് നടന്നാൽ ലോകത്തിന്റെ സുരക്ഷയിൽ വലിയൊരു മാറ്റമുണ്ടാകും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഉച്ചകോടിയുടെ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് നേതാക്കളും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. മറ്റാരെക്കാളും മികച്ച രീതിയിൽ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഷി ജിൻപിങ് ആയിക്കോട്ടെ അമേരിക്കയും ചൈനയും വൈരികളല്ല, മറിച്ച് പങ്കാളികളാണ് എന്നും ആഹ്വാനം ചെയ്തു.
ഈ വർഷം അവസാനം ഷി ജിൻപിങ് അമേരിക്ക സന്ദർശിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെയ്ജിംഗിലെ വിശേഷങ്ങൾ. ഒരു വശത്ത് കോടികളുടെ ബിസിനസ് ഡീലുകൾ, മറുവശത്ത് യുദ്ധത്തിന്റെ ഭീഷണി. ട്രംപ് തന്റെ മാജിക് കാണിച്ച് ചൈനയെ വരുതിയിലാക്കുമോ, അതോ ഷി ജിൻപിങ് തന്റെ റെഡ് ലൈൻ വെച്ച് ട്രംപിനെ തടയുമോ? എന്തായാലും ഒന്നുറപ്പാണ്, ഈ കൂടിക്കാഴ്ചയുടെ ഫലം നമ്മളുടെ ഫോണിലെ ചിപ്പ് മുതൽ നാട്ടിലെ പെട്രോൾ വിലയെ വരെ ബാധിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.